രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സംഗതാ മുനിനാ പത്നി ഭാർഗവേണേവ രേണുക. നമുക്ക് ജമദഗ്നി മഹർഷിയുടെയും രേണുകയുടെയും കഥയറിയാം. ഭൃഗുവിന്റെ വംശത്തിൽ പിറന്നതുകൊണ്ട് ജമദഗ്നിക്ക് ഭാർഗവൻ എന്നു പേര്. അദ്ദേഹം രേണുകയെ ശപിച്ച സന്ദർഭം, രേണുകയ്ക്ക് ശിക്ഷ കൊടുക്കുന്ന സന്ദർഭം നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പുത്രനായിരിക്കുന്ന ഇളയ മകനായിരിക്കുന്ന പരശുരാമനാണ് ആ ശിക്ഷാവിധി നടപ്പിലാക്കിയത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പരശുരാമന്റെ പ്രാർത്ഥനയാൽ ആ അമ്മയെ പൂർണ്ണമായും മോചിപ്പിക്കുകയും പാപവിമുക്തമാക്കി തീർക്കുകയും ചെയ്തു, പുനരുജ്ജീവിപ്പിച്ചു ജമദഗ്നി മഹർഷി. അങ്ങനെ ഏത് പ്രകാരത്തിലാണോ പാപവിമുക്തമായ രേണുക ജമദഗ്നിയുടെ സമീപത്തിൽ ആനന്ദത്തോടു കൂടിയിട്ട് എത്തിച്ചേർന്ന അതേ പ്രകാരത്തിൽ, അല്ലയോ മഹർഷേ, അങ്ങയുടെ അമ്മയായിരിക്കുന്ന അഹല്യയെ അച്ഛനായിരിക്കുന്ന ഗൗതമന്റെ സമീപത്തിൽ എത്തിച്ചു. അഹല്യ അവിടെ അദ്ദേഹത്തിന്റെ സമീപത്തിൽ എത്തിച്ചേർന്നു. അദ്ദേഹം സന്തോഷത്തോടു കൂടിയിട്ട് അഹല്യയെ സ്വീകരിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ അതെല്ലാം കേട്ട് ജീവിത ധന്യത കൈവന്ന ആനന്ദത്തോടു കൂടിയിട്ട് സദാനന്ദൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, സ്വാഗതം തേ നരശ്രേഷ്ഠ ദൃഷ്ട്യ പ്രാപ്തോസി രാഘവ. അല്ലയോ മനുഷ്യരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും മഹനീയനായിട്ടുള്ള അല്ലയോ മഹാപ്രഭോ, യഥാർത്ഥത്തില് എനിക്ക് അങ്ങയെ കാണാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ സൗഭാഗ്യം, ഭഗവാന്റെ അനുഗ്രഹം, ഈശ്വര നിശ്ചയം എന്ന് മാത്രമല്ല എന്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം, എന്റെ അമ്മ ശാപ വിമുക്തയായി തീരണം എന്നുള്ളതായ ആഗ്രഹം, അത് ഇതാ അങ്ങയുടെ സാന്നിധ്യത്താൽ, അങ്ങയുടെ അനുഗ്രഹത്താൽ ഇതാ സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിശ്വാമിത്രനെ മുൻനിർത്തിയാണ് അങ്ങ് ലക്ഷ്മണകുമാരനോടൊപ്പം ആശ്രമത്തിനുള്ളിലേക്ക് ചെന്നതും അതേപോലെ തന്നെ അമ്മയ്ക്ക് ശാപ വിമുക്തി നൽകിയതും. അങ്ങ് ഈ ലോകത്തിൽ ആർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതായ മഹാകർമ്മങ്ങൾ ചെയ്യുന്നയാളാണ്. അങ്ങ് പരമാത്മാവിനെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള പരമാത്മ സ്വരൂപൻ തന്നെയാണ്. അല്ലയോ രാമ, അങ്ങയെക്കാളും ധന്യനായിട്ട് ഈ പ്രപഞ്ചത്തില് ആരും തന്നെയില്ല എന്നുള്ളത് എനിക്ക് അങ്ങയുടെ ഈ ചരിത്രത്തിലൂടെ തെളിഞ്ഞു കിട്ടിയിരിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സദാനന്ദൻ ശ്രീരാമചന്ദ്രനെ വളരെ ആനന്ദത്തോടു കൂടിയിട്ട് സ്വീകരിക്കുന്നത്, അഭിനന്ദിക്കുന്നത്, മധുരങ്ങളായ വാക്കുകൾ കൊണ്ട് പൂജ ചെയ്യുന്നത് ഒക്കെ നാം അവിടെ നേരിട്ട് കാണുന്നു. ഈ അവസരത്തില് തുടർന്ന് കരണീയമായിട്ടുള്ള കാര്യത്തിലേക്ക് വിശ്വാമിത്രനും അതേപോലെ തന്നെ ജനക മഹാരാജാവും പ്രവേശിക്കുകയാണ്. ജനകൻ വിശ്വാമിത്രനെയും രാമലക്ഷ്മണന്മാരെയും യഥായോഗ്യം അവിടെ തന്റെ കൊട്ടാരത്തില് അവരെ താമസിപ്പിക്കേണ്ട, ഋഷിമാരെ താമസിപ്പിക്കേണ്ടതായ പവിത്രമായ സ്ഥാനത്ത് താമസിപ്പിച്ചു. എന്നിട്ട് വിശ്വാമിത്രനോട് ചോദിച്ചു, ഭഗവാൻ സ്വാഗതം തേസ്തു കിം കരോമി തവാനഘ. അങ്ങയ്ക്ക് സ്വാഗതം. അങ്ങയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ചോദിക്കാനുള്ളത് എന്താണ്? ഞാൻ അങ്ങയ്ക്ക് സേവനമായിട്ട് ചെയ്യേണ്ടത് എന്ന്. അപ്പോഴേക്കും വിശ്വാമിത്രൻ തന്റെ ആഗമന വൃത്താന്തം നേരത്തെ പറഞ്ഞിരുന്നു. അതൊന്നുകൂടി വളരെ വ്യക്തമായിട്ട്
ജനകനെ കേൾപ്പിക്കുന്നു. പുത്രവും ദശരഥസ്യേമവും ക്ഷത്രിയവും ലോകവിശ്രുതവും. ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാരാണ് ഇവർ രണ്ടുപേരും. ഇവർ ക്ഷത്രിയന്മാരാണ്. ക്ഷത്രധർമ്മത്തിൽ എപ്പോഴും ശ്രദ്ധയോടുകൂടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ സൽപ്പേരിനാൽ ലോകം മുഴുവൻ അവരെ ആദരിക്കുന്നു, ലോകം മുഴുവൻ അവരെ അറിയുന്നു. അവർക്കൊരാഗ്രഹമുണ്ട്. ദൃഷ്ടകാമോ ധനുശ്രേഷ്ഠം യഥേത ത്വയി തിഷ്ഠതി. അങ്ങയുടെ കയ്യിൽ ഇരിക്കുന്നതായ ആ ശ്രേഷ്ഠമായിരിക്കുന്ന വില്ലിനെ, മഹാദേവന്റെ വില്ലിനെ കാണാനായിട്ട് അവരാഗ്രഹിക്കുന്നു. ഉടനെ തന്നെ അങ്ങ് അത് അവർക്ക് സാധിച്ചു കൊടുത്താലും. ഇതാണ് എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്, അല്ലാതെ മറ്റു യാതൊരു കാര്യങ്ങളും ഇല്ല എന്ന് വിശ്വാമിത്രൻ വ്യക്തമാക്കുന്നു. ഏതദ് ദർശയഭദ്രം തേ കൃതകാമോ നൃപാത്മജൗ. അങ്ങ് ആ വില്ലിനെ അവർക്ക്, ഈ രാജകുമാരന്മാർക്ക് കാണിച്ചു കൊടുക്കുക. അങ്ങയ്ക്ക് അതുകൊണ്ട് മംഗളം ഉണ്ടാകും, എല്ലാ പ്രകാരത്തിലുള്ള ശ്രേയസ്സും ആനന്ദവും ഒക്കെ ഉണ്ടാകും. അതിനകത്ത് എല്ലാം അന്തർഭവിച്ചിരിക്കുന്നു. കാരണം ജനക മഹാരാജാവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്റെ മകൾക്ക് ഗുണസമ്പന്നനായ ഭർത്താവിനെ ലഭിക്കണം. അതിനു വേണ്ടിയിട്ടാണ് താൻ ഈ ഒരു പരീക്ഷ തന്നെ വെച്ചതും. ആ പരീക്ഷയിൽ ഇതുവരെ ആർക്കും വിജയിക്കാനായിട്ടില്ല. അത് എത്രയും വേഗം നടക്കണം. ആ ഒരു ആഗ്രഹമാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത്. അത് നടക്കുമെന്നാണ് ഭദ്രം തേ എന്ന് പറഞ്ഞതിന്റെ ഉള്ളിൽ കിടക്കുന്നതായ ആശയം. അങ്ങക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാകും, എല്ലാ ശ്രേയസ്സും ഉണ്ടാകും. അതുകൊണ്ട് എത്രയും വേഗം അവർക്കത് ആ വില്ലിനെ കാണിച്ചു കൊടുക്കുക. ആ വില്ല് കണ്ടു കഴിഞ്ഞാലോ ആ വില്ലിനെ ഈ രാജകുമാരന്മാർ വന്ദിച്ചിട്ട് യഥേഷ്ടം പ്രതിയാസ്യത, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർ ഇവിടെ നിന്നിട്ട് മടങ്ങിപ്പോകും എന്നും വിശ്വാമിത്രൻ പറഞ്ഞു. പറയേണ്ടത് അതിനകത്തിരിക്കുന്നു. എങ്ങനെയാ സന്തോഷത്തോടുകൂടി അവർ മടങ്ങിപ്പോവുക? വിവാഹം കഴിച്ച് സീതയെയും ജനകന്റെ പുത്രിമാരെയും ഒക്കെ വിവാഹം കഴിച്ചിട്ട് ആ സഹോദരന്മാർ അവിടെ നിന്നിട്ട് മടങ്ങിപ്പോകും എന്നാണ് ആ പറഞ്ഞതിന്റെ പിന്നിലിരിക്കുന്ന മുഖ്യമായിരിക്കുന്ന ആശയം. അപ്പോൾ ജനകൻ തന്റെ സന്തോഷം അതിൽ അറിയിച്ചു. ഇനി വിശ്വാമിത്രനും അതേപോലെ തന്നെ ആ രാമലക്ഷ്മണന്മാർക്കും ഈ വില്ലിന്റെ പ്രത്യേകത ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ജനകന്റെ ചുമതലയാണ്. അതുകൊണ്ട് ജനകൻ പറഞ്ഞു തുടങ്ങി. അല്ലയോ മഹർഷേ, ശ്രൂയതാം അസ്യ ധനുഷോ യഥർത്ഥം ഇഹ തിഷ്ഠതി. ഈ വില്ലിന്റെ, ഇത് മഹാത്മ്യമേറിയ വില്ലാണ്. ഇത് മഹാദേവന്റെ വില്ലാണ്. അതാണ് ത്രയംബകന്റെ വില്ലാണ്. 3 കണ്ണുള്ളവൻ ത്രയംബകൻ, മുക്കണ്ണൻ, അദ്ദേഹത്തിന്റെ വില്ലാണിത്. ആ വില്ലിന്റെ മഹാത്മ്യങ്ങൾ അതെങ്ങനെ ഇവിടെ വന്നു ചേർന്നു ഇത്യാദികളെല്ലാം ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. ദേവരാത ഇതിഖ്യാതോ നിമേർ ജ്യേഷ്ഠോ മഹീപതി. നിമി ഞങ്ങളുടെ കുടുംബത്തിലെ അതിപുരാതനായിരിക്കുന്ന ശ്രേഷ്ഠനായ മഹാരാജാവാണ്. അതുകൊണ്ട് തന്നെ ഇത് നിമിയുടെ പരമ്പരയായിട്ട് എല്ലാവരും പ്രശംസിക്കുന്നു. അദ്ദേഹത്തിന്റെ മുമ്പില്, അദ്ദേഹത്തിന് തൊട്ടു മുമ്പായിട്ട് ഈ നാട് ഭരിച്ചിരുന്നത് ദേവരാജനാണ്. അദ്ദേഹത്തെ തുടർന്നാണ് നിമി രാജാവായി തീരുന്നത്. ആ ദേവരാജന്റെ കയ്യിൽ ന്യാസോയം തസ്യ ഭഗവൻ ഹസ്തേ ദത്തോ മഹാത്മന. മഹാത്മാവായിരിക്കുന്ന ദേവരാജന് അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളും എല്ലാം പരിഗണിച്ചിട്ട് ഈ ത്രയംബക ചാപത്തിന്റെ ഉടമയായിരിക്കുന്ന അധീശനായിരിക്കുന്ന സാക്ഷാൽ മഹാദേവൻ ആ വില്ല് സമർപ്പിച്ചു. ന്യാസമായിട്ട് സമർപ്പിച്ചു, സൂക്ഷിക്കാനായിട്ട് കൊടുത്തു. അതിനെ വിധിപ്രകാരമായിട്ട് പൂജ ചെയ്യണം. ആ പൂജ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുമുള്ള ശ്രേയസ് അതുകൊണ്ടുണ്ടാകും. ഭഗവാന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ വില്ല് ഭഗവാൻ എന്തിനാണ് എടുത്തത്
എന്തിനാണ് ഉപയോഗിച്ചത് എന്നുകൂടി കേട്ടുകൊള്ളുക. ദക്ഷയജ്ഞ വധേപൂർവം ധനുരാദായ വീര്യവാൻ. പണ്ട് ദക്ഷയാഗം നടക്കുമ്പോ ദക്ഷന്റെ അഹന്ത ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഈ വില്ലെടുത്തു. അന്ന് ദക്ഷന്റെ യാഗം മുടിക്കാൻ വേണ്ടിയിട്ട് വീരഭദ്രനെയും ഭദ്രകാളിയെയും ഭൂതഗണങ്ങളെയും എല്ലാം അങ്ങോട്ട് അയച്ചു. ആ സന്ദർഭത്തിൽ ഭഗവാൻ ഈ വില്ലെടുത്തു. അന്ന് ഭഗവാൻ എടുത്ത വില്ലാണിത്. അങ്ങനെ ഭഗവാന്റെ കരസ്പർശമേറ്റതിനാൽ ഈ വില്ലിന് അതിയായ മാഹാത്മ്യമുണ്ട്. ദക്ഷന്റെ വധം കഴിഞ്ഞു. ആ യാഗം മുടിച്ചു. തുടർന്ന് ഭഗവാൻ ആ വില്ല് വീശിക്കൊണ്ട് ദേവന്മാരോട് പറഞ്ഞു, യസ്മാത് ഭാഗാർത്ഥിനോ ഭാഗം നാഗൽപയതമേ സുരാഹ. അല്ലയോ ദേവന്മാരെ, ഞാൻ ഈ യാഗത്തിന്റെ ഭാഗം ആഗ്രഹിക്കുന്നവനാണ്. ദേവന്മാർക്ക് എല്ലാവർക്കും ഏതൊരു യജ്ഞത്തിലും അവർക്ക് ഹവിസിന്റെ ഭാഗമുണ്ട്, ത്രിമൂർത്തികൾക്കുമുണ്ട് ആ ഹവിസിന്റെ ഭാഗം. അങ്ങനെ ത്രിമൂർത്തികളിൽ ഒരാളായിരിക്കുന്ന സാക്ഷാൽ മഹാദേവന് ഹവിർ ഭാഗത്തിന്റെ അർഹതയുണ്ട്. പക്ഷെ അതിനെ നിഷേധിച്ചു നിങ്ങൾ. ദക്ഷനാണ് നിഷേധിച്ചത്. പക്ഷേ ദക്ഷനെ പിന്തിരിപ്പിക്കാൻ നിങ്ങൾ തയ്യാറായില്ല. എന്നെ നിന്ദിച്ചുകൊണ്ട് ഈ യാഗം ദക്ഷൻ നടത്തുമ്പോഴേക്കും നിങ്ങൾ ആ യാഗത്തിൽ പങ്കുകൊണ്ട്, അതുകൊണ്ട് നിങ്ങളെയെല്ലാം ഞാൻ ശിക്ഷിക്കുന്നുണ്ട് എന്ന് സാക്ഷാൽ മഹാദേവൻ കോപത്തോടുകൂടി ദേവന്മാരോട് പറഞ്ഞപ്പോ ദേവന്മാർ വളരെയേറെ ഭക്തിയോടുകൂടിയിട്ട് അദ്ദേഹത്തെ തന്നെ ശരണം പ്രാപിച്ചു. കരുണാമയനായ ദേവദേവൻ അവരിൽ പ്രസന്നനായിട്ട് അവർക്ക് ശരണമേകി. അത് കഴിഞ്ഞ ശേഷമാണ് ഈ വില്ലിനെ അദ്ദേഹം എന്റെ വംശത്തിലെ വളരെ മുമ്പ്, ഈ രാജകുടുംബത്തിൽ വളരെ തലമുറകൾക്ക് മുമ്പ് ഈ രാജകുടുംബത്തെ ധന്യനാക്കിയ ദേവരാജന്റെ കരങ്ങളിലേക്ക് പകരുന്നത്. അന്നു മുതൽ ഈ യജ്ഞവേദിയിൽ ഈ വില്ലിനെ സംരക്ഷിച്ചു പോരുന്നു.